ഒളിമ്പിക്സിൽ ടെക്നിക്കൽ ഒഫീഷ്യലായി പങ്കെടുക്കുക എന്ന് പറഞ്ഞത് ഒരു മഹാഭാഗ്യമാണ്, ബഹുമതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാജീവിനെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത് പോലെയാണ്. കായിക ജീവിതത്തിലേറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു ചടങ്ങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കേരളത്തിന്റെ ഈ അസോസിയേഷനിൽ നിന്ന് കിട്ടിയ ഈ ഒരു അനുമോദനം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും ശ്രീ രാജീവിനുള്ള. സ്പോർട്സ് ഫ്രറ്റേണിറ്റി ഓഫ് കേരള ഈസ് പ്രൗഡ് ഓഫ് രാജീവ്. Rajiv was born in 1960 and brought up at Pirappangur, which is a Grama Panchayat known as Manikal. There is a town adjacent to the Sri Krishna Swami temple where he started his swimming career in 1969. He was trained by his uncles, Sri Parameshwar Nair, who is known as father of Kerala swimming, Sri N. Keshav Nair and Sri Ramakrishna Nair. His first competition was Kerala Schools Championship in 1972 and got the first bronze medal in 400 meters freestyle. ഞാനിപ്പം അഭിമാനം കൊണ്ടാണ് ഞാൻ ലഭിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ
കേരള അക്വാട്ടിക് ഞങ്ങളുടെ നീന്തൽ കുടുംബത്തിലെ ഞങ്ങളെല്ലാം നേരായ വഴിയിൽ കൂടി നയിക്കുന്നതും ഏത് തെറ്റ് കണ്ടാലും അവിടെ അപ്പോൾ തന്നെ വിമർശിക്കുന്നതും ആയ എസ് രാജീവ് സാർ 3 ഒളിമ്പിക്സിന് പോയി ഇങ്ങനെ ഒരു സ്വീകരണം ഞങ്ങളത് സംഘടിപ്പിച്ചു. അത് അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ കേരളത്തിന് കുട്ടികൾക്ക് കിട്ടാനുള്ള അർഹത എല്ലാം അദ്ദേഹം മാറ്റി തരും. കേരള അക്വാറ്റിക് അസോസിയേഷൻ രൂപം കൊണ്ടിട്ട് 7 പതിറ്റാണ്ടുകൾ കഴിയുകയാണ്. നീന്തലിൻ്റെയും സ്വിമ്മിങ്ങിൻ്റെയും അക്വാറ്റിക് അസോസിയേഷൻ്റെയും ഒരു മുഖമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പേരാണ് ശ്രീ എസ് രാജീവ്. സ്വിമ്മിങ്ങിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എല്ലാം ഇത്രയധികം അംഗീകാരം നേടിക്കൊടുത്ത പ്രഗത്ഭമതിയാണ്, പ്രതിഭാശാലിയാണ് ശ്രീ രാജീവ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും. ശ്രീ രാജീവ് തീർച്ചയായിട്ടും ഈ രംഗത്ത് നമുക്ക് ഒരു മാർഗദർശിയായി ഈ രംഗത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് ഹൃദയംഗമമായിട്ട് ആശംസിച്ചുകൊണ്ട് കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മികച്ച സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജീവ്. ഒരു മലയാളിയായ നമുക്ക് അഭിമാനിക്കാവുന്ന ഈ കായിക പ്രേമി, കായിക താരം, സംഘാടകൻ 3 തവണ ഒളിമ്പിക്സിൽ ടെക്നിക്കൽ ഒഫീഷ്യൽസായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് ഒരു മഹത്തായ നേട്ടമാണ്. രാജീവിന് കിട്ടിയിട്ടുള്ളത് രാജീവിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. രാജീവിനെ ഞാൻ ബഹുമാനത്തോടുകൂടി അഭിനന്ദിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിനെ പറ്റി പറയുകയാണ് സൗമ്യൻ, ശാന്തൻ, ഏത് കാര്യവും നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കേരളത്തിൽ നിന്ന് മറ്റാർക്കും കിട്ടാത്ത ഒരു അവസരമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ദൈവാനുഗ്രഹവും പെരുമാറ്റവും ആ ജോലിയോടുള്ള ആത്മാർത്ഥതയുമാണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു വലിയൊരു ഇതിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇനി ഉയർന്ന സ്ഥാനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ അസോസിയേഷൻകാർ കൊടുത്ത ഈ സ്വീകരണം നമ്മളെല്ലാം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സപ്പോർട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതെന്നും ഒരു വലിയ ഓർമ്മയായിരിക്കും. I worked with him very closely. വെരി മെറ്റിക്കുലസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ലാസ്റ്റ് 4 or 5 years ഞാൻ നോക്കിയിട്ടുള്ളത് ദാറ്റ് മെറ്റിക്കുലസ് വേ ഓഫ് വർക്കിംഗ് ആയിരിക്കും he has also adopted in his career of swimming. He has moved up from ladder to ladder and has come to the pinnacle of the swimming federation. I wish Rajiv all the best. Looking forward to see you going higher. And congratulations from the Kerala Olympic Association. രാജീവിനെ അക്വാട്ടിക്സിന്റെ മാത്രം ഒരു സ്വകാര്യ സ്വത്താക്കി മാറ്റാൻ അല്ലെങ്കിൽ അക്വാട്ടിക്സിന്റെ ആ 50 മീറ്റർ പൂളിനപ്പുറം രാജീവ് വളർന്നിരിക്കുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട അക്വാട്ടിക് അസോസിയേഷന്റെ ഭാരവാഹികളോടും സ്വിമ്മിംഗ് താരങ്ങളോടും ഞാൻ പറയട്ടെ. ഇന്ന് രാജീവ് അതിനൊക്കെ അപ്പുറത്താണ്. ഞാൻ രാജീവിൻ്റെ ഒരു സ്വിമ്മർ എന്നുള്ള രീതിയിലുള്ള പ്രകടനം മുതൽ ഇന്ന് വരെയുള്ള രാജീവിനെ അടുത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ. തൻ്റെ പ്രവർത്തന മേഖലയോട് കാണിക്കാവുന്ന ആത്മാർത്ഥതയും അവിടെ പുലർത്തേണ്ട കൃത്യനിഷ്ഠയും
ഹാർഡ് വർക്കും ഒക്കെ എത്തരത്തിലാണ് ഫലം വരുന്നത് എന്നതിന് ശ്രീ രാജീവിനെ നോക്കിയാൽ മതി. സ്പോർട്സ് ഫ്രറ്റേണിറ്റി ഓഫ് കേരള ഈസ് പ്രൗഡ് ഓഫ് രാജീവ് because here we have a sports personnel who has made a mark at the Asian and international level, including the Olympics, as an official. ശ്രീ രാജീവേട്ടൻ വേൾഡിലും ഏഷ്യയിലും ഒക്കെ എത്തുവാൻ കഴിഞ്ഞത് മലയാളിയുടെ അഭിമാനം തന്നെയാണ്. അതുമാത്രമല്ല, അക്വാട്ടിക് അസോസിയേഷന്റെ കേരളത്തിലുള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റിലായിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെന്റിലൊക്കെ ജോലിയിലുള്ള ഒത്തിരി അനവധി കായിക താരങ്ങളാണ് നമുക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം രാജീവേട്ടന്റെ വളരെ ശ്രദ്ധേയമായിട്ട് ആ അസോസിയേഷനെ കൊണ്ടുപോയി അതിലുണ്ടാവുന്ന എല്ലാ പോരായ്മകളും അദ്ദേഹം അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അത് എനിക്കും ഏറ്റവും കൂടുതൽ സ്പോർട്സ് കൗൺസിലിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിട്ടിരുന്നിട്ടുള്ള അദ്ദേഹം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ എല്ലാവിധ ഭാഗവും നേരുന്നു. ഒളിമ്പിക് രംഗത്ത് ഒരു ഒഫീഷ്യൽ എന്നുള്ള നിലയിൽ രാജീവ് കൈവരിച്ച അസുലഭ നേട്ടത്തെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുന്ന വളരെയധികം സന്തോഷമുണ്ട്. ഒരു ദേശീയ നിലവാരമുള്ള ഒരു നീന്തൽ താരം ആയി തുടങ്ങി അതിനുശേഷം ഒരു മികച്ച ടെക്നിക്കൽ ഒഫീഷ്യലായിട്ട് ആ രംഗത്ത് അദ്ദേഹം ശോഭിക്കുകയും അതിനെ തുടർന്ന് പ്രഗത്ഭനായ ഒരു സംഘാടകനായിട്ട് അദ്ദേഹം നീന്തൽ രംഗത്ത് മാത്രമല്ല കായിക രംഗത്തും അദ്ദേഹം വളരെ വേഗം വളർന്നു വരുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. 3 ഒളിമ്പിക്സിൽ പങ്കെടുത്ത് അതിൽ ടെക്നിക്കൽ ഒഫീഷ്യൽസായി പങ്കെടുത്തെത്തിച്ചേർന്ന എസ് രാജീവിന് അക്വാട്ടിക് അസോസിയേഷൻ ഇവിടെ നൽകുന്ന ഈ വരവേൽപ്പിന്, ഈ പ്രൗഢഗംഭീരമായ സ്വീകരണത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കായികവേദിയുടെയും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ ആദ്യമേ അറിയിക്കുകയാണ്. ഒരു കായിക താരമായി, ഒരു നീന്തൽ താരമായി കടന്നു വന്നു. അതോടൊപ്പം തന്നെ അതിന്റെ സംഘാടകനായി കടന്ന്, അതിന് ടെക്നിക്കൽ ഒഫീഷ്യലായി കടന്ന് ഇന്ത്യയുടെ ഇല്ല, കേരളത്തിന്റെ ഇല്ല, ഇന്ത്യയുടെ അല്ല, അതുപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകളിലും വേൾഡ് ചാമ്പ്യൻഷിപ്പിലും അതിനെല്ലാം ടെക്നിക്കൽ ഓഫീസറായി കടന്നു പോകാൻ സാധിച്ചു വന്ന ഒരു ദേശീയ താരം കൂടിയാണ് ശ്രീ എസ് രാജീവ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ 40-40 കൊല്ലം നീന്തൽ രംഗത്തും കേരള കായിക രംഗത്തും പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഞാൻ ഇന്നിപ്പോൾ 2 ഒളിമ്പിക്സ് ഒഫീഷ്യേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ സിഡ്നി ഒളിമ്പിക്സിൽ ഒബ്സർവറായി പോകാൻ സാധിച്ചത്. ഞാൻ ഇപ്പോൾ 3 ലോക നീന്തൽ മത്സരങ്ങൾ, 3 ഒളിമ്പിക്സ്, 7 ഏഷ്യൻ ഗെയിംസ്, 4 കോമൺവെൽത്ത് ഗെയിംസ്, 10-20ഓളം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത ഒന്നും തന്നെ ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ട് പോയ ഒരു
പോസ്റ്റിംഗ് അല്ല, അസൈൻമെൻ്റ് അല്ല. ഇതെന്നെ തേടിയെത്തിയിട്ടുള്ള അസൈൻമെൻ്റ്. ഞാൻ ഏതെങ്കിലും സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ തേടിപ്പോയ സ്ഥാനങ്ങളല്ല. ഇതെല്ലാം എന്നെ തേടി വന്ന സ്ഥാനങ്ങൾ. നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥയോട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഇതിൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊരു നീന്തൽ താരമായി വന്ന് ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ദേശീയ മത്സരങ്ങളിൽ പോയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അങ്ങനെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു നീന്തൽ താരമായും പറ്റിയില്ലെങ്കിൽ തന്നെയും അത് കഴിഞ്ഞ് ഞാൻ സംഘാടക രംഗത്തേക്ക് വന്നതെല്ലാം തന്നെ യാദൃശികമായാണ്. എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ 3 അമ്മാവന്മാരുണ്ട്. ശ്രീ പരമേശ്വരൻ നായർ, ശ്രീ കേശവൻ നായർ, ശ്രീ രാമകൃഷ്ണൻ നായർ. അതുപോലെ തന്നെ എൻ്റെ ഈ കാലയളവിലെല്ലാം എൻ്റെ കൂടെ നിന്ന് എൻ്റെ കുടുംബം. ഇവരുടെ എല്ലാം സപ്പോർട്ടോടെയാണ് ഞാൻ ഈ രംഗത്ത് എത്തിയിട്ടുണ്ട്. കായിക രംഗത്തെ പറ്റി നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് പല തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരു രംഗത്ത് അല്ലെങ്കിൽ കായിക രംഗത്ത്, പ്രത്യേകിച്ച് കായിക രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ അത് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോവാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വരാൻ പാടില്ല. പല എതിർപ്പുകളും വരും, പല പ്രതിബന്ധങ്ങളും വരും. അതെല്ലാം കടന്നു വേണം മുന്നോട്ട് പോകേണ്ടത്. അതെല്ലാം തരണം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഒളിമ്പിക്സിൽ പോകാൻ കഴിഞ്ഞത്. ഏറ്റെടുത്ത ജോലി എൻ്റെ ടേം തീരുന്നവരെ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരെങ്കിലും ഒരു രംഗത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. ഈ നമ്മുടെ പ്രതിബന്ധങ്ങളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കൃത്യമായി നമുക്ക് ചെയ്യാവുന്ന ജോലികൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം. വളരെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്യാൻ നമ്മൾ പ്രാപ്തരായാൽ മാത്രമേ ഇങ്ങനെയുള്ള മത്സരങ്ങൾ ഏറ്റുപിടിക്കും. ഞാൻ ശരിക്കും പറഞ്ഞ് ഈ പാരീസ് ഒളിമ്പിക്സിൽ പോയപ്പോഴത്തേക്ക് 9 ദിവസം അസൈൻമെന്റ്, 9 ദിവസവും എനിക്ക് അസൈൻമെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് 9 ദിവസവും ടെൻഷനായിരുന്നു. കാരണം ഡെക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഓരോ ദിവസം ഓരോ അസൈൻമെന്റാണ്. എന്തെങ്കിലും പാകപ്പുഴ വന്നു. കാരണം പണ്ടത്തെ പോലെ അല്ലേ ഇപ്പോൾ ഒളിമ്പിക്സും വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ. നമ്മൾ ഇപ്പം 21 ഇന്റർനാഷണൽ ടെക്നിക്കൽ ഒഫീഷ്യലാണ് പോസ്റ്റ് ചെയ്തത്. ഈ 21 ടെക്നിക്കൽ ഒഫീഷ്യൽ വെറും ഫെസിലിറ്റേറ്ററാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒമേഗ ടൈമിംഗ് സിസ്റ്റത്തിൽ കൂടെയാണ് കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. മത്സരങ്ങളുടെ സ്റ്റാർട്ട് കൊടുക്കുന്നതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് ടൈമിംഗ് സിസ്റ്റമാണ് ഇത് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 9 ദിവസവും ഭയങ്കര ടെൻഷനോടുകൂടിയാണ് മത്സരം നടക്കുന്നത്. 2 മണിക്കൂർ ഡെക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതെങ്കിലും സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി തരുന്ന ജോലി കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്ക് ആ രംഗത്ത് ശോഭിക്കാൻ കഴിയുള്ളൂ. ഏതായാലും എനിക്ക് കേരള അക്വാട്ടിക് അസോസിയേഷനും വിവിധ ജില്ലാ അസോസിയേഷനുകളും ഒക്കെ സംഘടിപ്പിച്ച് തന്ന യോഗത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനല്ല, ഞാൻ കേരളത്തിലെ കായിക താരങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ആത്മാർത്ഥമായി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു സ്വീകരണം നിന്ന കേരള അക്വാട്ടിക് അസോസിയേഷൻ എന്നെ അനുമോദിക്കാൻ ഇവിടെ എത്തിയ കേരളത്തിലെ പ്രഗത്ഭരായ കായിക സംഘാടകർ, അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ നീന്തൽ താരങ്ങൾ, വിവിധ അസോസിയേഷനിലെ പ്രതിനിധികൾ, ഇവർക്കെല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നത് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അന്തർദേശീയ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എസ് രാജീവ് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 3 ഒളിമ്പിക്സിന് തുടർച്ചയായി പങ്കെടുക്കുകയും ഏകദേശം 30ഓളം അന്തർദേശീയ മത്സരങ്ങൾ ടെക്നിക്കൽ ഒഫീഷ്യലായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന 3 ഒളിമ്പിക്സിനോടും 2028, 32, 36 ഇന്ത്യയിൽ നടക്കുമെന്ന് പറയുന്ന ഒളിമ്പിക്സിന് അദ്ദേഹത്തിന് ടെക്നിക്കൽ ഒഫീഷ്യലായി പങ്കെടുക്കാൻ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.